അല്ല ചേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ടി.സി ഒക്കെ തന്നു വിടുന്നത് സിനിമ 15 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ക്ലാസ്സിൽ ചെല്ലാതെ സിനിമയ്ക്ക് പോയത് കൊണ്ടാണ് ടി.സി കിട്ടിയതെന്ന് പറഞ്ഞു. സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും സിനിമയ്ക്ക് പോയതാണോ? സിനിമയ്ക്ക് തന്നെ പോയതാണ്. ദിവസവും സിനിമയ്ക്ക് പോകുന്നത്. അത് കുറച്ച് മുടയായി പോയി എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ തോന്നുന്നുണ്ട് അത്രയും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ജീവിത സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞത് പരിമിതമായിരുന്നു. ഒരുപക്ഷെ കൂട്ടുകാരൊക്കെ ചെങ്കൽ ചൂളയിലെ കൂട്ടുകാരും ആ ഒരു കാലഘട്ടമുണ്ട്. ആ കാലത്ത് പല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ വെള്ളമടിക്കാനാണ് സംഗീത കോളേജിനകത്ത് കയറിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മ്യൂസിക് ഭയങ്കരമായിട്ട് ഉള്ളിലുള്ള ഒരാളായിട്ടാണ് ആക്ഷൻ ഹീറോയിൽ ഞങ്ങൾ കാണുന്നത്. എന്ന് വെച്ചാൽ കൈകൊട്ടി പാടുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് ടേക്ക് പോയ ഒരു സംഭവമാണ്. 200-300 ടേക്കുകൾ പോകുമ്പോഴും അത് ലൈവ് ആയിരുന്നു, സ്പോട്ട് റെക്കോർഡിംഗ് ആയിരുന്നല്ലോ. അപ്പം ആ മ്യൂസിക് സെൻസ് എവിടെ മുതലാണ് കിട്ടിത്തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടോ ശരിക്കും? ഈ സിനിമ കണ്ട് സിനിമയിലെ പാട്ടുകൾ കേട്ട് തന്നെയാണ്. പിന്നെ അമ്മ ഇടയ്ക്കൊക്കെ പാടും. എനിക്ക് ഒന്നുമില്ല ഓർമ്മയുണ്ട്. കുഞ്ഞും അമ്മ തോളിലിട്ടിട്ട് പാടും. അമ്മ അത്ര വലിയ പാട്ടുകാരിയൊന്നുമല്ല. എങ്കിലും അമ്മ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഓർമ്മയില്ലാത്ത പ്രായത്തിൽ അമ്മ പാടുന്ന ആ ഓർമ്മ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ വന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഇരുന്ന് പാടും. പാട്ട് എഴുതുന്നതിനും സ്വന്തം പാട്ടുകൾ പാടുന്നതിന് മുമ്പ് സിനിമ പാട്ടുകൾ പാടും. അപ്പം ഞാൻ പാടുമ്പോൾ അത് എൻ്റെതായ ഒരു ശൈലിയിലായിപ്പോവും. സംഗതിയൊന്നും കാണില്ല, സംഭവം ഇല്ലാതായിപ്പോവും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ പാട്ട് തന്നെ ഞാൻ ആ പാട്ടിനെ ശരിക്കും കൊല്ലുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കൂട്ടുകാരൊക്കെ ഇടയ്ക്കിലാണ് ആ പാടുന്നത് എന്നൊക്കെ പറഞ്ഞ് മധുചന്ദ്രികയുടെ ചായത്തളികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ചു മനസ്വനീ നിന്മായാരൂപം മനസ്സിൽ ഞാൻ വരച്ചു.